സോ ഹേ ഗൈസ്, ഞാനും ലിൻ്റെയും കൂടെ വന്നിരിക്കുന്നത് അവതാർ 3 ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിസ് മൂവീസ് ഡയറക്റ്റഡ് റിട്ടേൺ ബൈ ഹൃദയസ്പന്ദനമായിട്ടുള്ള നമ്മുടെ ജെയിംസ് കാമറൂൺ ആണ് ഈ ഒരു മൂവിനെ പിടിച്ചിരിക്കുന്നത്. സോ എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് യു? എനിക്ക് സെക്കൻഡ് പാർട്ടാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇമോഷണലി ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് സീഡ് ഇതിന് തൊട്ട് മുമ്പുള്ള അതായിരുന്നു, ആ പാർട്ടായിരുന്നു. ഫയർ ആൻഡ് ആഷ് ഓക്കെ ആണെന്ന്. ഓക്കെ, സോ എനിക്ക് ഈ മൂവിയിൽ കണക്ട് ആയ കുറേ ഒട്ടനവധി ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ആരാണ്, ജേക്ക് സള്ളി ആൻഡ് ഫാമിലി. അത് പിന്നെ ഫസ്റ്റ് പാർട്ട് തൊട്ടേ ഉണ്ടല്ലോ. അപ്പോൾ ആ പുള്ളി പിന്നെ അതിനകത്ത് ഒരു പ്രധാന ശക്തമായ ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന ലേഡി ക്യാരക്ടറായ നെയ്റ്റീരിയുടെ. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വില്ലൻ കഥാപാത്രമായി വന്നിരിക്കുന്ന ഓഫ്കോഴ്സ് നമ്മുടെ ഹ്യൂമൻ്റെ ഇതിലുള്ള അവരുണ്ട്, ആ പുള്ളിയുണ്ട്. അതുമല്ല ആ സോൾജർ ഉണ്ടല്ലോ, അല്ല പേര് ഞാൻ മറന്നു, ആ പുള്ളിയും. പിന്നെ ആ ഒരു മറ്റേ ആഷ്, ഫയർ ആൻഡ് ആഷിൻ്റെ ആ ക്ലാൻ ഉണ്ടല്ലോ, ക്ലാനിലെ ലേഡി, ആ ലേഡിയുടെ പേര് എന്താണ്, വാരംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ. അടിപൊളി സ്ട്രോങ് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ കുറച്ചും കൂടി നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, സ്ട്രോങ് ക്യാരക്ടറാണ് ആ ലേഡി ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കേറ്റ് വിൻസ്ലെറ്റിൻ്റെ ക്യാരക്ടർ റോണൽ, അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഡെലിവറി കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നല്ല നന്നായിട്ട് എനിക്കെന്തോ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ സ്പൈഡറായിട്ട് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി. ആ പുള്ളീനെ കൊല്ലാൻ കൊണ്ടുപോകുന്നതും ആ ടൈം ഭയങ്കര ഇമോഷണലായി, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി. അതുമാത്രമല്ല അത് ഈ വെയിലുണ്ടല്ലോ, വെയിലിൻ്റെ ക്യാരക്ടറല്ല സോറി, അതിൻ്റെ വേറെ ടൽക്കണ്ണോ അങ്ങനെ എന്താണ് വിളിക്കുന്നത്, എനിക്ക് ആ പേര് കിട്ടുന്നില്ല. ടൽക്കണ്ണോ എന്നൊക്കെ പറയണ അത്. ആ വെയില് എന്താ പറയുക, സെക്കൻഡ് പാർട്ടിലൊക്കെ ഭയങ്കര വാട്ടറിൻ്റെ അതിനകത്ത് ഭയങ്കര ശാന്തിയും സമാധാനവുമായിട്ടുള്ള ഒരാളായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ തേർഡ് പാർട്ടിലാണെങ്കിൽ ഇത് ആ പർട്ടിക്കുലർ അവിടുത്തെ നാവി ഗ്രൂപ്പിൻ്റെ കൂടി ഡിഫൻസ് ആയിട്ട് തന്നെ പോയിരിക്കുന്നു. അത് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ പറയുന്ന ജാക്ക് സാൽവിയുടെ മകൻ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് റോളായിട്ട് ഈ ഒരു സിനിമയിൽ മാറാൻ പറ്റി. മറ്റേതിൽ അത്രയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, നീ ഇപ്പം ചെയ്യില്ലേ, ഞാൻ പറയാം നിന്നോട് ചെയ്യണത് എപ്പോഴാണെന്ന്. അത് ഈവൻ കുറേ കൂടി സ്ട്രോങ് ആയി ഈ ഒരു ഫിലിമിൽ. പിന്നെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. ആരാണ് ഫസ്റ്റ് ഒരാള് മരിച്ചില്ലായിരുന്നു, ഒരു ഫസ്റ്റ് ബോൺ എനിക്ക് തോന്നുന്നു, അങ്ങനെ എന്തോ പേര്. പിന്നെ അതുപോലെ തന്നെ ടോറുക്ക് മാക്ടോ എന്ന് പറഞ്ഞ അതല്ല, ആ ജീവിയില്ലേ, വലിയ ജീവി, ജാക്ക് സാൽവി പിടിച്ചോണ്ട്, അല്ല മീൻസ് അധീനതയിലാക്കിയിട്ടുള്ള, അധീനതയൊന്നും പറയാൻ പറ്റില്ല, ഡ്രാഗൺ വലിയ ജീവിയില്ലേ, അതും ഈ ഒരു മൂവിയിൽ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇമോഷണലി കണക്ട് ആയിപ്പോ. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇമോഷണലി കണക്ട് ആണ്. അതേപോലെ തന്നെ ഇതിനകത്തെ ആ മദർ നേച്ചർ ഉണ്ടല്ലോ, എന്താണ് ഏവയായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് കണക്ട് ആയിപ്പോയി. അതായത് അതിനകത്ത് ആ ഒരു പെൺകുട്ടി ഇത് സംഭവം കൊണ്ട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഞാനാണ് അതിനകത്ത് കണക്ട് ആയി പോണ പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ അവരുടെ വേൾഡിലേക്ക് പോയി ഭയങ്കര ഇൻറ്റുവേറ്റ് ആയിപ്പോയി, എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഈ ഒരു ഫിലിമിൻ്റെ തന്നെ 4ഉം 5ഉം ഒക്കെ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഐ ആം ഈഗർലി വെയിറ്റിംഗ് ടു വാച്ച് ദാറ്റ് പർട്ടിക്കുലർ മൂവി. സോ ഹാൻഡിങ് ഓവർ ടു ലിൻഡ. എനിക്കതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സല്ലീസ് ജനറലി സ്റ്റിക്ക് ടുഗെദർ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഫാമിലിയുടെ തന്നെ ഒരു മോട്ടോ ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവൻ ലീഡ് എടുക്കുമ്പോൾ, അതായത് ഇവരുടെ മകൻ ലീഡ് എടുക്കുമ്പോൾ, നോ ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, സല്ലീസ് നെവർ ഗീവ് അപ്പ്. അതായത് ലൈഫിൽ എത്ര ത്രെട്ടനിങ് സിറ്റുവേഷൻ വന്നാലും ഈ ജെയ്ക്കിൻ്റെ ഫാമിലിയിലുള്ള ആരും ഗിവ് അപ്പ് ചെയ്യരുതെന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോണ ഫോളോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു സൗണ്ട്, അതായത് ടൈക്കൂൺസ് എല്ലാവരും വന്നിട്ട് അവരുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം വന്നിട്ട്
ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ വെദർ ടു ഗോ ഫോർ എ ഫൈറ്റ് ഓർ പീസ്ഫുൾ കാമായിട്ട് തന്നെ റിമെയിൻ ചെയ്യണോ എന്നുള്ള ആ ഒരു ഡിസ്കഷനിൽ അവർ വി വിൽ ഗീവ് എ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് പറയാം എന്നൊക്കെ അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് തിയേറ്ററിൽ ഫുള്ള്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അവരുടെ ആ ഒരു എന്താ പറയുക എക്കോ ആണോ എന്താണെന്നറിയില്ല, അത് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ദെൻ ലേറ്റർ ഓൺ ദേ ജോയിൻ ഫോർ ദ ഫൈറ്റ്. അത് നല്ല ഒരു ഡിഫറൻസ് ഉള്ള വേർഷനായിരുന്നു. പിന്നെ ഒരു ബേബിയെ കാണിക്കുന്നുണ്ട്, ബേബിയുടെ ബർത്ത്, ആ ഒരു ബേബി എങ്ങനെയാണ് ഏവയായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ. പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് എൻഡ് ചെയ്യുമ്പോൾ ഒരു ഹ്യൂമനെ അവർ ആക്സെപ്റ്റ് ചെയ്തേക്കാണ് അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക്. അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ കാണിച്ച് നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇമോഷണലി നല്ലപോലെ കണക്ട് ആയത് ഇത് തൊട്ട് മുമ്പത്തെ വേർഷനാണ്. ഓക്കെ, നൈസ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. പിന്നെ ഏറ്റവും അവസാനം ഒരു ഡെഡിക്കേറ്റഡ് ടു ഒരു പ്രൊഡ്യൂസറിൻ്റെ പേര് പറയുന്നുണ്ട്. അതായത് ജോൺ ലാൻഡു എന്ന് പറഞ്ഞത്, ഈ പുള്ളിയാണ് അവതാർ മൂവീസും ടൈറ്റാനിക്കിൻ്റെ ഒക്കെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. ജോൺ ലാൻഡു എന്നിട്ട് പറയുന്നത്. എന്തായാലും എനിവേസ് ഇനി അടുത്ത മൂവീസിലൊക്കെ ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ വീഡിയോയിൽ താല്പര്യമുണ്ടെങ്കിൽ. പക്ഷേ ദ ഹാർട്ട് ഫാക്ടേഴ്സ് ഇപ്പോൾ ഉണ്ടായിരുന്ന നമ്മളുടെ ഇമാജിനറി ഒരു വേർഷനിൽ ഉണ്ടായിരുന്ന വില്ലൻ കഥാപാത്രം ഈ ഒരു എപ്പിസോഡോട് കൂടി ഖത്തം. അപ്പൊ ഇനി മരിച്ചു എന്ന് തോന്നുന്നു. അവൻ തീയിലേക്ക് വീഴുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് മരിച്ചിട്ടുണ്ടാവും. അല്ല, ഇനി അവനെയും കൊണ്ടുവന്ന ഭയങ്കര ബോറിംഗ്. പുതിയ വില്ലൻ വരട്ടെ. ഇപ്രാവശ്യം മറ്റേ ആഷ് എന്ന് വന്ന പോലെ വേറെ വേർഷൻ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ഓക്കെ, ബൈ.